ഹലോ, എല്ലാവർക്കും ചെടികളെല്ലാം നടാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാലും നമ്മളെ വീട്ടിലെല്ലാം നിർബന്ധമായിട്ടും വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഇല. പനിക്കൂർക്കയില, കന്നിക്കൂർക്കയില നല്ല ഇതിന് പറയും. അപ്പോൾ വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും കഫക്കെട്ട്, ചുമ, ജലദോഷം, അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രാണി കടിച്ചാൽ, തീ പൊള്ളിയാൽ, എല്ലാത്തിനും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടോ ഇത്. കഫക്കെട്ടിനും ജലദോഷത്തിനെല്ലാം ഇതിൻ്റെ ഇല വാട്ടി അതിൻ്റെ നീരെടുത്തിട്ട് കൽക്കണ്ടിയോ തേനാട്ടം ചാലിച്ച് കുട്ടിക്ക് കൊടുത്താൽ നല്ലതാണ്. ഒരുപാട് അളവൊന്നും കൊടുക്കേണ്ട, ഒരു 3-4 ഇല വാട്ടിയിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുക. മുതിർന്നവർക്കാണെങ്കിൽ ഒരു 8-10 ഇല വാട്ടിയിട്ട് അതിൻ്റെ നീര് കൊടുക്കുക. പനിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് ചതച്ചെടുത്തിട്ട് നെറ്റിയിൽ തേച്ച് കൊടുത്താൽ പനി മാറും. പ്രാണികൾ കടിച്ചാലും അല്ലെങ്കിൽ തീപ്പൊള്ളിയാലല്ലേ നമുക്ക് ഇതിൻ്റെ ഇല അരച്ചുപയോഗിക്കാം കേട്ടോ. മുതിർന്നവർക്കുണ്ടാകുന്ന ചുമയെല്ലാം മാറാൻ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുമ്പോൾ പനിക്കൂർക്കൻ്റെ ഇല ഇട്ട് കുടിച്ചാലും നല്ല ശമനം ഉണ്ടാവും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇതിൻ്റെ നീര് കുടിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ തണുപ്പിൻ്റെ കാലാവസ്ഥയിലല്ലേ വരുന്നത്, അന്നേരം അധികമാക്കും ജലദോഷം, കഫക്കെട്ട്, ചുമ അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.